അത്യാഗ്രഹത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും പ്രതികാരത്തിലേക്കുള്ള സ്ത്രീയുടെ വേഷപ്പകർച്ചയിലെ മറ്റൊരു നാട്യവിസ്മയം. പാണന്റെ പാട്ടിൻ്റെ താളപ്രപഞ്ചത്തിൽ നിന്നും കടം കൊണ്ട അവികല സൗന്ദര്യം ഉണ്ണിയാർച്ച. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലഴകുള്ളോരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ആരാണ് കളരിയിൽ ഈ അസമയത്ത്? ആറ്റുമണമേന്ന് ഉണ്ണിയാർച്ചയും മറ്റും എത്തിയിരിക്കണു. ആരോമലും കണ്ണപ്പനുണിയുമാണ് കളരിയിൽ. ഇരുവരും ചുവടുറച്ചല്ലോ. മികച്ചത് ആരെന്ന് പറയാൻ അച്ഛന് പോലും കഴിയുന്നില്ലത്രേ. കളരിയിൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത് അഭ്യാസം പതിവുള്ളതല്ലോ. അച്ഛൻ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞുകൊണ്ടാണോ? വല്യങ്ങുന്ന തമ്പുരാട്ടിമാരെ അന്വേഷിക്കണു. അദ്ദേഹം കളരിയിലുണ്ട്. കുഞ്ഞിക്കാവേ, വരൂ, അച്ഛൻ്റെ അടുക്കലേക്ക് പോകാം. കളരി പരമ്പര ദൈവങ്ങൾ നിങ്ങൾക്ക് തുണയാവട്ടെ. ഉണ്ണികളെ, അങ്കത്തട്ടിൽ കണ്ണെത്തുന്നിടത്ത് മെയ്യെത്തണം. ആയുധം മനസ്സാകണം, ചുവട് പിഴയ്ക്കരുത്. ഇല്ല മുത്തച്ഛ, പിഴയ്ക്കാത്ത ചുവടുകൾ പുത്തൂരം വീടിന് സ്വന്തം. കയ്യിലേന്തിയ ചുരുകയ്ക്ക് ഇനി ശത്രുവിന്റെ കഴുത്താണ് ലക്ഷ്യം. ഈ അങ്കച്ചമയവും തൊടുകുറിയും ഒരു മൊഴി ചോദിക്കാൻ ഇനിയും ബാക്കി കിടപ്പുണ്ടല്ലോ അച്ഛ. ആർച്ചേ, ഇനി അച്ഛൻ തടയേണ്ട. ഇവർ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം? അർത്ഥം ഒന്നേ ഉള്ളൂ, ചതിയൻ ചന്തുവിനോടുള്ള പ്രതികാരം. പാലു കൊടുത്ത കൈക്കു കൊത്തിയ കുലദ്രോഹിയുടെ തലയറുക്കാനുള്ള യാത്രയാണിത്. അച്ഛൻ അനുഗ്രഹിക്കണം. ആർച്ചേ, ചോര കണ്ട് നിന്റെ കൊതി തീർന്നില്ലേ? ചന്തുവിന്റെ ചതിക്ക് ഇവരും ഇരയാകണമെന്നാണോ? ചന്തുവിന്റെ ചതിക്ക് മറുപടി പറയാൻ ഇവരുടെ ചുരുക്കത്തലയ്ക്കാവും. പോകുന്നത് സിംഹക്കുട്ടികളാണ്, പൂച്ചക്കുട്ടികളല്ല. ആർച്ചേ, പകയുടെ കനൽ ഊതിത്തെളിച്ചിട്ട് ഇനി എന്തു നേട്ടം? ആ കഥയ്ക്ക് ഒരു അന്ത്യമില്ലേ? അന്ത്യമുണ്ട്. ഇവർ ചന്തുവിന്റെ തലയറുത്ത് അച്ഛന്റെ കാൽക്കൽ വെക്കുന്ന ദിവസം. ഇപ്പോഴും പാണന്മാർ പാടി നടക്കുന്ന ആ ചതിയുടെ കഥ നമ്മുടെ ഉറക്കം കെടുത്താറില്ലേ അച്ഛാ? എന്തിനധികം പറയുന്നച്ച അരിങ്ങോടർ നീട്ടിയ നീറ്റെനിക്ക് എള്ളോളം തന്നെ മൂറിഞ്ഞതുള്ളൂ. മച്ചുനിയൻ ചന്തു ചതിച്ചതാണേ. അംഗം പിടിച്ച തളർച്ചയോടെ ചന്തുന്റെ മടിയിൽ തലയും വെച്ച് ആലസ്യത്തോടെ ഞാൻ കണ്ണടച്ചു. ആ തക്കം കണ്ടവൻ ചന്തൊല്ലാണേ.
മരത്തിൻ്റെ തണ്ടെടുത്ത് കച്ചാതിരുപ്പിലും നീട്ടി ചന്തു. ഞെട്ടിയുണർന്നങ്ങു നോക്കും നേരം അരിങ്ങോടർ കൂട്ടത്തിൽ ചാടി ചന്തു. ചന്തു ചതിച്ച ചതിയണച്ച, ചന്തു ചതിച്ച ചതിയണർച്ചേ, ചന്തു ചതിച്ച ചതിയണച്ച, ചന്തു ചതിച്ച ചതിയണർച്ചേ. അരിങ്ങൂരുടെ കള്ളച്ചുവട് ചുരുക്കത്തല കൊണ്ടതേയുള്ളൂ. എങ്കിലും മുറിവിൽ വല്ലാത്ത നീറ്റൽ. രക്തം പിടിയുന്നുണ്ടല്ലോ. ക്ഷീണമുണ്ടെങ്കിൽ മടിയിൽ വിശ്രമിക്കാം. അച്ഛനെയും ആർച്ചയും കാണാൻ തിടുക്കമായി. ക്ഷീണം തോന്നുന്നുമുണ്ട്. അല്പം വിശ്രമിച്ചേക്കാം. കളരിയിലും ജീവിതത്തിലും എന്നും ചന്തു രണ്ടാമനാണ്. ആരോമലിന് തുണ പോകേണ്ടവനാണ്. മോഹങ്ങൾക്ക് ചെറുക്ക് നഷ്ടപ്പെട്ടവനാണ്. ഇല്ല, ഇനി ഒരവസരത്തിന് സാധ്യതയില്ല. ഇങ്ങോട്ടൊക്കെ കഴിയാത്തത് ചന്തുവിന് കഴിയും. ഞെട്ടിയുണർന്നങ്ങു നോക്കും നേരം അരിങ്ങോടർ കൂട്ടത്തിൽ ചാടി ചന്തു. ചന്തു ചതിച്ച ചതിയണച്ച, ചന്തു ചതിച്ച ചതിയണർച്ചേ, ചന്തു ചതിച്ച ചതിയണച്ച, ചന്തു ചതിച്ച ചതിയണർച്ചേ, ചന്തു ചതിച്ച ചതിയണച്ച, ചന്തു ചതിച്ച ചതി. കാവിലെ കുത്തുവിളക്കിന്റെ തണ്ടിൽ നിന്നും ഇപ്പോഴും രക്തം പൊടിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ ചോരയ്ക്ക് പകരം ചോദിക്കണ്ടേ അച്ഛാ? പുത്തൂരം വീട്ടിൽ മൊഴി ചോദിക്കാൻ ആണുങ്ങളുണ്ടെന്ന് മാലോകർ അറിയട്ടെ. അച്ഛൻ ഇവരെ അനുഗ്രഹിച്ചാലും. ശിഷ്യനാൽ ചതിക്കപ്പെട്ടൊരു ഗുരുവിന്റെ ഉദകക്രിയ ചെയ്യാൻ മകനെ നഷ്ടപ്പെട്ടൊരച്ഛന്റെ അനന്തരവനോട് പ്രതികാരം ചെയ്യാൻ കഴിയാതെ പോയൊരമ്മാവന്റെ അനുഗ്രഹമാണ്.